ഗൈസ്, നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഡിവൈസും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആപ്പിളിൻ്റെ ഐഫോൺ അല്ലെന്നുണ്ടെങ്കിൽ ഐപാഡ് അല്ലെങ്കിൽ മാക്ക് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു എയർ ടാഗ് മേടിക്കാൻ നേരത്ത് ആപ്പിളിൻ്റെത് മേടിക്കണോ അതോ ആൻഡ്രോയിഡിന് സിമിലർ ആയിട്ടുള്ള എയർ ടാഗുകൾ മേടിക്കണോ? എയർ ടാഗ് അല്ല, സ്മാർട്ട് ടാഗുകൾ. അതിപ്പോൾ സാംസങ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗ് 2, അത് 2800 രൂപയൊക്കെയാണ് സാംസങ്ങിൻ്റെ എന്ന് വാങ്ങിച്ചാലും. നിങ്ങൾക്ക് ആമസോണിൽ ഓഫർ ഉണ്ട സമയത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ കുറയുമായിരിക്കാം. പക്ഷേ ആപ്പിളിൻ്റെതാണെങ്കിൽ 3500 രൂപ വരും. ഇതുകൊണ്ട് ഇതിന് എക്സ്ട്രാ പ്രീമിയംനെസ് ഒന്നും കിട്ടത്തില്ല. സാംസങ്ങിനാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്തുള്ള പോലെ പ്രിസൈസ് ഫൈൻഡിങ് സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗ് 2-നകത്തും വരുന്നുണ്ട്. അതായത് കറക്റ്റ് ആരോ ഇട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇതിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് ആരോ കാണിച്ച് പ്രിസൈസ് ആയിട്ട് കാണിക്കാം. അത് വൈഡ് ബാൻഡ് വിഡ്ത്തിൻ്റെ ഒരു സംഭവം രണ്ടിലും ഉണ്ട്. അപ്പം ഇതിൽ ഏത് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആപ്പിളിൻ്റെ എയർ ടാഗാണ് പറയണതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ആപ്പിളിനകത്ത് ഫൈൻ മൈ എന്ന് പറഞ്ഞൊരു സാധനം ഏതൊരു ഡിവൈസ് വാങ്ങിച്ചിരുന്നാലും ആ ഡിവൈസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഡീഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. സാംസങ്ങിൻ്റെ സ്മാർട്ട് ടാഗിനകത്താണെന്നുണ്ടെങ്കിൽ ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ അയാളുടെ ഫോണിലത് അയാൾ ഇൻറ്റൻഷനലി അതിനെ ഓൺ ആക്കി ഇട്ടിരുന്നാൽ മാത്രമേ ഇതുപോലത്തെ ഒരു സ്മാർട്ട് ടാഗിന് ആ ഒരു ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. സോ ആപ്പിളിൽ ഡീഫോൾട്ടായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സാധനം സാംസങ്ങിൽ ആക്ടിവേറ്റ് ആയിരിക്കില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ ആപ്പിളിൻ്റെ എയർ ടാഗിനായിരിക്കും. അതിൻ്റെ റീസൺ ഇതാണ്.